ഇപ്പൊ 8 മണിക്കൂർ പോയിട്ട് 24 മണിക്കൂർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദിവസത്തില്. ആ ഉറങ്ങേണ്ട സമയം ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ശരിക്കും ഉറങ്ങേണ്ട അപ്പം ശരിക്കും ധ്യാനിക്കേണ്ട സമയം ആ. എപ്പോഴാണ് സാധാരണ ദിവസങ്ങളിൽ? ഏറ്റവും ധ്യാനിക്കേണ്ട സമയം ഏറ്റവും രാവിലെയാണ്. ഉവ്വ. ഉദയത്തിന് 4 മണിക്കൂർ മുമ്പ് ലക്ഷ്മി യാമ എന്ന് പറയുന്ന സമയം ഉവ്വ. ഏറ്റവും നല്ല സമയമാണ്, ഉദയം വരെയുള്ള സമയം. അവിടെ വൈകുന്നേരം അവിടെ നമ്മള് ഭക്തിയും ഭക്തിയോടുകൂടി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അവിടെ ഭക്തിയോടുകൂടി ധ്യാനാത്മകമായിട്ട് വേണം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് വൈകുന്നേരം അസ്തമയത്തിന്റെ സമയത്ത് ആ പ്രവൃത്തിയെ, നമ്മൾ ഉണർന്നിരുന്ന ആ സമയത്തെ ആ പ്രവൃത്തിയെ മുഴുവൻ 16 മണിക്കൂറത്തെ ഓഡിയോയും വീഡിയോയും എല്ലാം നമ്മൾ ഒന്നും മനസ്സിൽ കണ്ട് അത് ഏതൊക്കെ കൊള്ളാം, എന്തൊക്കെ നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യണം, ഇനി നാളെ എന്തെല്ലാം ചെയ്യണം എന്ന് ഒന്നും കൂടി ധ്യാനിച്ചതിന് ശേഷം അമ്മയെ സ്മരിച്ചുകൊണ്ട്, നമ്മളെ ആദ്യം ഉറങ്ങാൻ പഠിപ്പിച്ചത് അമ്മയാണ്, നമ്മളെ ഉറക്കിയത് അമ്മയാണ്, ആ അമ്മയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുക. അപ്പൊ നല്ല ഒരു ശുഭനിദ്ര കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് ഉറങ്ങുന്നത് ശരിക്കും ആകാശത്തിന്റെ ചൈതന്യത്തിലാണ് നമ്മുടെ ഉറക്കം. ആ ഡാർക്ക് എനർജിയിൽ നമ്മൾ അഡ്മിറ്റ് ആയി കൊടുക്കുകയാണ്. മുഴുവൻ ക്ഷീണങ്ങളായി മാറി നമ്മൾ ഉണർന്നു വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഉണർന്നിരിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് അച്ഛന്ന് തന്നെ പറഞ്ഞിട്ട് വരേണ്ടത്. അച്ഛനെ സ്മരിച്ചുകൊണ്ട് വേണം ഉണരാൻ. എന്ന് വെച്ചാൽ അച്ഛൻ സൂര്യനെ പോലെയാണ്, അമ്മ ആകാശത്തെ പോലെയാണ്. അമ്മയുടെ ആ ഡാർക്ക് എനർജിയിലാണ്, ആ മാതൃത്വത്തിന്റെ കരവലയത്തിലാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അപ്പൊ ലൈറ്റുകൾ ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ ഡാർക്ക് എനർജിയിലാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്നത് 8 മണിക്കൂർ. ഉണരുന്നത് പ്രകാശത്തിലേക്കാണ്. അച്ഛനെ സ്മരിച്ചുകൊണ്ട് അച്ഛ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു അച്ഛാ ദിൻ കിട്ടും നമുക്ക്. ഭൂമിയെ തൊട്ട് തൊഴുത് നമ്മൾ പാദം ചവിട്ടുന്നതിന് മുമ്പ് കൈ തൊട്ട് എഴുന്നേക്കാൻ ശ്രമിച്ചാൽ. ഓരോ ദിവസവും തുടങ്ങേണ്ടത് ധ്യാനത്തിലൂടെയാണ്. അതെ, അങ്ങനെ തുടങ്ങുമ്പോഴാണ് അതിന്റെ വിജയം ഉണ്ടാവുക. എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം ഉണ്ടാകുന്ന അവിടെയാണ്. അതെ, നമ്മള് പാദം ഭൂമിയിലേക്ക് തൊടുന്നതിന് മുമ്പ് ഈ ശിവത്വമുള്ള, ഈ ഗുരുവായിരിക്കുന്ന 2 മാത്രയുള്ള ഈ ശിവത്തിൽ, ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ഈ ശൈവത്തിൽ കൈതൊട്ട് നമ്മൾ നമസ്കരിച്ച് ഉണർന്നാൽ അന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും അനുഗ്രഹീതരായിരിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു ഈ ഭൂമിയാണ്. അപ്പൊ നമ്മള് വിശ്വസിക്കേണ്ടത് ഈ വിശ്വത്തെയാണ്. വിശ്വൈക സാക്ഷിയായിരിക്കുന്ന സൂര്യനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത്. ഈ സൂര്യൻ ഇല്ലെങ്കിൽ, നക്ഷത്രങ്ങളില്ലെങ്കിൽ, നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ, നമുക്ക് ലൈറ്റ് എങ്ങൊന്നും വരുന്നില്ലെങ്കിൽ, ഈ സൂര്യന്റെ ഊർജം ഭൂമിയിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് മാറാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചം ഡാർക്ക് എനർജിയാണ്, ഇരുട്ടാണ് ആകാശത്തിന്. അപ്പൊ വിശ്വൈക സാക്ഷിയായിട്ടുള്ള ഈ സൂര്യനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നമ്മളുടെ അന്ധവിശ്വാസത്തെ മാറ്റുവാനായിട്ട്, നമ്മുടെ അജ്ഞതയെ നിഗ്രഹിക്കുവാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സൂര്യനെ കുറിച്ചാണ്. അപ്പൊ അങ്ങയോട് ഞാൻ ചോദിച്ചത് പ്രാർത്ഥനയും പ്രവൃത്തിയുമാണ്. പക്ഷെ ഇതിന്റെ എല്ലാ ഉത്ഭവം ധ്യാനത്തിൽ നിന്ന് വേണം. ഇതിനകത്ത് ആദ്യം ഒരു ധ്യാനം എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് അവസ്ഥകളുണ്ട്. അത് അഷ്ടാംഗയോഗ പ്രകാരം പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിൽ ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പിന്തുടരേണ്ട ആവശ്യകതയുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ എന്ന് പറയുന്നത്. സാധാരണ ഒരു ജീവിതത്തിൽ അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാതെയാണെങ്കിലും കുറെ സംഭവിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ അറിയാതെയാണെങ്കിലും ഇത് സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങള് യോഗ്യതയോടെ മുന്നോട്ട് പോവുക ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അതെ, അത് ചിട്ടപ്പെടുത്തുമ്പോഴാണ് അതിന് പ്രാപ്തി കൂടുതൽ വരുന്നത്. ഇപ്പൊ ചിട്ടപ്പെടുത്തുകയല്ല ചെയ്യുക, പുതിയ ആചാര്യന്മാര് വരുമ്പോ ഇതിനെല്ലാം കീഴ്മേൽ മറിക്കുന്നു എന്നുള്ളതാണ് അവിടെ. അപ്പൊ ഇതിന് ചിട്ടപ്പെടുത്തൽ ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പൊ തൊഴാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ, താമര മുട്ട് പോലെ കൈ കൂമ്പണം, കണ്ണു മൂക്കിന്റെ തുമ്പിലേക്ക് നോക്കണം. താമരമൊട്ട് പോലെ കൈ കൂമ്പി നിന്ന് തൊഴണമെന്ന് പറയുമ്പോ തന്നെ ഞാൻ തൊഴുന്നത് ശരിയാണോ അല്ലയോ, അവിടെയാണ് ശ്രദ്ധ. തൊഴുന്നതിലല്ല ശ്രദ്ധ വരുന്നത്. ഭക്തി അവിടെ ഉണ്ടാവുന്നില്ല. ഇത് ഞാൻ ചെയ്തത് യുക്തിയാണോ, അതാണ് ചിന്ത. അവിടെ യുക്തി കയറി വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അമ്പലത്തിൽ പോയി ധ്യാനിക്കണം എന്നതിന് പകരം പ്രാർത്ഥിക്കണമെന്നാക്കി.
നീ പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം നീ പ്രാർത്ഥിക്കൂ. നീ പ്രവർത്തിക്കൂ എന്ന് പറയുന്നതിന് പകരം നീ പ്രാർത്ഥിക്കൂ. എല്ലാവരും പറയും ഒരു എക്സാം എഴുതാൻ പോവാണല്ലേ പ്രാർത്ഥിച്ചിട്ട് എഴുതണം കേട്ടോ എന്ന് പറയാം. അങ്ങനെയല്ലല്ലോ. ആ എക്സാമിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയെത്തിയിട്ട് ധ്യാനിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ അല്ലേ? നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ ഒരിക്കലും മറന്നു പോകാതെ ഇത് നമ്മളുടെ മക്കളോടും നമ്മൾ രക്ഷിതാക്കളും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മുഴുവൻ ഭാഷയും മാറ്റണം. ഭാഷ്യം മാറ്റണം, പൂർണ്ണമായിട്ടും മാറ്റണം. അതെ, ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. അഷ്ടാംഗയോഗത്തിൽ പറയുന്ന ധാരണ തന്നെ നമുക്കുണ്ടാവണം. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇതിനെല്ലാത്തിലും ധാരണയുണ്ടാവണം. നിയമത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നന്ദിയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഉറപ്പിനെക്കുറിച്ചും നിലനിൽപ്പിനെക്കുറിച്ചും എല്ലാം ധാരണയുള്ളവരായി മാറുമ്പോഴാണ് എവിടെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണ്ട, എവിടെ പ്രവർത്തിക്കണം, എവിടെ ഭക്തിയോട് നിൽക്കണം. നമുക്ക് എല്ലായിടത്തും ഭക്തി ആവശ്യമില്ല. ധാരണയാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇതാണ് നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എല്ലാവരും കാണുമ്പോഴും ഭക്തിയോട് നിന്നാ മതിയോ? കഞ്ചാവ് കച്ചവടക്കാരനും കാണുമ്പോഴും ഭക്തിയോട് കൂടി നിൽക്കുന്നു. ഒന്നും അറിയാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ ഇതെല്ലാം മാറി നിൽക്കുക. എല്ലാവരോടും ഭക്തി അങ്ങനെയല്ല. അറിവ് വേണം, തിരിച്ചറിവ് വേണം. തിരിച്ചറിവ് ഉണ്ടാവണം. തിരിച്ചറിവാണ് ഈ ധാരണയിലൂടെ നമുക്ക് വരുന്നത്. നിയമത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നന്ദിയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഉറപ്പിനെക്കുറിച്ചും നിലനിൽപ്പിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ധാരണയാണ് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത്. അതായിരിക്കണം നമ്മളുടെ പാഠ്യവിഷയങ്ങളായി വരുമ്പോ തന്നെ അങ്ങ് നമ്മൾ പറഞ്ഞതുപോലെ തിരിച്ചറിവ് കൊണ്ടാണ് ആദ്യം അറിവുണ്ടാവണമല്ലോ. അവിടെ ആ അറിവിന് മുമ്പ് ധാരണയും വിശ്വാസവും ഭക്തിയും എല്ലാം ഉണ്ടാവണം. അതെ, അതാണ് ഇതിനകത്ത് ധ്യാനത്തിൽ വരുന്നത്. ബുദ്ധിയുടെ ത്രിശക്തിയെ ന്യായമാർഗത്തിൽ നിന്ന് തെറ്റാതെ ധർമ്മത്തെ തന്നെ ധരിച്ച് ധർമ്മത്തെ തന്നെ വഹിക്കുന്നവനാകുക എന്നാണ് പറയുന്നത്. അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുക. ഏതാണോ ലക്ഷ്യം